ഓക്കെ അല്ലേ? ടൈം എടുത്ത് അതിനേക്കാളും മികച്ചൊരു സെർവറായിട്ട് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തില്ല, ഇനിയും നിങ്ങൾ കൂടെ ഉണ്ടാവും. താങ്ക് യു RX റോളക്സ്. ഞാൻ വീണ്ടും പറയാം, ദയവേത് നിങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്യരുത് സെർവറിനെ പറ്റി. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് വീണ്ടും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാണ്, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് അതുകൊണ്ട് ആ ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം അതെല്ലാം ചെയ്തു എന്ന് റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ആരും ഓവർ എക്സ്പെക്ട് ചെയ്യരുത് സെർവറിനെ പറ്റി. ഓവർ ഹൈപ്പും വിചാരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സെർവർ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ നമുക്കൊരു 1 മന്തോ 1 വീക്കോ എടുക്കാം, എല്ലാം ഒന്ന് സ്റ്റേബിളായി എല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പക്ഷേ ഗ്യാങ് ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഡേ 1 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങളുടെ ഗണ്ണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡേ 1 തൊട്ട് തന്നെ വിസറക്ഷനിൽ നിന്ന് കളക്ട് ചെയ്യാം. അതെന്താണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം അവർ സെർവർ വരുന്ന ആ ഒരു ടൈമിൽ അവർ പ്രോപ്പറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്ത് പറയാം. അപ്പോൾ സ്റ്റാഫ് ഇൻ്റർവ്യൂ കറൻ്റ്ലി നമ്മളെല്ലാവരും ബിസിയാണ്. ടെസ്റ്റിങ്ങിലും ഡെവലപ്പിങ്ങിലും ബിസി ആയതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തായാലും അത് നോക്കാം. ഞാൻ ഡെവലെ ആരാടാ നോക്കുന്നത് സ്റ്റാഫിൻ്റെ? നീ അല്ലേ നോക്കുന്നത്? സ്റ്റാഫ് ഇൻ്റർവ്യൂവിൻ്റെ കേസ് എന്താണ്? നമ്മള് കുറെ സെറ്റ് ഇപ്പൊ എടുത്ത് വെച്ചേക്കുക. അപ്പൊ കറന്റ് ഉള്ളവരുടെ മോണിറ്ററിങ് കഴിഞ്ഞിട്ട് പുതിയത് എടുത്താൽ മതി എന്നുള്ളത് ഇരിക്കുക. സെർവർ വരണം, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരും താങ്ക് യു ലോകേഷ് കണ്ണൻ. സ്പാം എന്ന ചാനലിൽ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്തോ കിട്ടും, ട്രൈ ആക്കി നോക്ക് ഗൈസ്. അക്ഷരാഭ്യാസം ഉള്ളവർ ദയവ് ചെയ്ത് വായിച്ചു നോക്കും അതിലെന്താ എഴുതിയിട്ടുള്ളത്. അല്ലാതെ അതിലൊരു കൗതുകത്തിന്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഓട്ടോമേറ്റഡ് ആണ്. ചാറ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്യും. ആരും അറിയാതെ പോയി ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി ഒന്നും ഇട്ട് നോക്കണ്ട. അതൊരു ബിരിയാണി കിട്ടത്തില്ല, വടയും ചായ ആയിരിക്കും കിട്ടുന്നത്. കിട്ടുന്ന വായിച്ചോണ്ട് പോണ്ടി വരും കേട്ടോ. എക്കണോമി ചേഞ്ച് ആകുമോ? ഞാൻ പറഞ്ഞല്ലോ, എക്കണോമി എന്തായാലും ചേഞ്ച് ആകും. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. എക്കണോമി ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതിന് പൈസ കുറയും, അതുപോലെ നിങ്ങളുടെ ചെലവിൻ്റെയും പൈസ കുറയും. നിങ്ങളുടെ കയ്യിലിപ്പം 100 കോടിയാണെങ്കിൽ പുതിയ എക്കണോമിയിൽ അത് 1 കോടി ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു ബർഗറിന് 50,000 കൊടുത്തതെങ്കിൽ ഇനിയൊരു ബർഗറിന് 500 കാണത്തുള്ളൂ സിറ്റിയിൽ. മനസ്സിലായോ? അതേപോലത്തെ ഒരു എക്കണോമി ചേഞ്ച് ആണ്. നിങ്ങൾക്ക് 1 അവറിൽ 1 CR പഴയ സിറ്റി കിട്ടുമെങ്കിൽ പുതിയ സിറ്റിയിൽ 1 അവറിന് 1 lakh കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഏണിങ്ങും കുറയും, നിങ്ങളുടെ കയ്യിലുള്ള പൈസയും കുറയും, നിങ്ങളുടെ എക്സ്പെൻസും കുറയും. എല്ലാം ഈക്വലി ആയിരിക്കും കുറയുന്നത്. സോ നിങ്ങൾക്ക് വലിയ ചേഞ്ച് ഫീൽ ചെയ്യത്തില്ല. ഞാനടുത്തത് സ്പാം ചെയ്യുന്ന ചാനലാണ്. വാട്ട് അബൌട്ട് എലൈറ്റ് ഗ്യാങ്സ്, പ്ലീസ് ടെൽ അബൌട്ട് ദാറ്റ്. എലൈറ്റ് ഗ്യാങ്സിൻ്റെ ഒക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യണം, ഇതാക്കണമെന്നുണ്ട്. ആ കോൺസെപ്റ്റ് തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് റെഡിയാക്കണം ട്രാ. ഇപ്പം സർവറിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളുടെ പുറകെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനോ ഇരുന്ന് ആലോചിക്കാനോ പറ്റിയിട്ടില്ല എല്ലാവരുമായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് സെറ്റാക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി സെർവർ അപ്പാക്കുന്നതായിരിക്കും. സെർവർ അപ്പായിട്ടായിരിക്കും എലൈറ്റ് ഗ്യാങ്സ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആവുന്നത്. ബട്ട് ഗ്യാങ്ങുകളെല്ലാം ഡേ 1 തൊട്ട് ആക്റ്റീവ് ആയിരിക്കും. മാക്സിമം ക്ലബ്ബുകളുടെ ബിസിനസ്സുകളും നമ്മൾ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുതിയ 2 ഡീലർഷിപ്പും കൂടെ കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട് സിറ്റിയിൽ. സോ ആർക്കെങ്കിലും ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ക്ലബ്ബുകളുണ്ടെങ്കിൽ പറയുക, താല്പര്യമുണ്ടെന്നുള്ള. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്താ വരാത്തത്. വന്ന് ഞാൻ എഴുതുന്നത് അടിച്ചു കയറി ബെറ്റർ. അപ്പൊ വർക്ക് ഭാരമുണ്ടിൽ ഞാൻ അപ്പാപ്പൻ്റെ സിറ്റിയിൽ വർക്ക് ഏറ്റെടുക്കാൻ ലൈക്ക് ഗോഡ് മോഡ് എക്സെട്ര എന്നല്ലേ. അത് ഭയങ്കര ഭാരമായിരിക്കും. ഗോഡ് മോഡായിട്ട് പറഞ്ഞതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നില്ല, ഇപ്പോഴും മിക്കവാറും ആ വിസിൽ ആരിലൊക്കെ ഇരിപ്പുണ്ടാവല്ലേ. ഇപ്പോഴും ആ വിസിൽ ആൾക്കാർ ഇരിക്കുകയാണ്. ഇത് ഈ ഒരു വി സിയാണ് മെയിൻലി ഞങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന വി സി. നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ എനിക്കൊന്ന് ലാസ്റ്റ് ലൈവിൽ ഞാൻ കാണിക്കുമ്പോൾ അത് 170 മണിക്കൂർ എന്തായിരുന്നു. ഇപ്പോൾ അത് 315 മണിക്കൂറായിട്ടുണ്ട്. സോ ഇത്രയും ടൈമും നമ്മൾ മാക്സിമം വേസ്റ്റ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയൊക്കെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. മുഖത്തിൻ്റെ ആ ഒരു
രീതികൾ തിരിക്കുന്നത്. അപ്പം അത്രയും ഇതായിട്ടിരിക്കുകയാണ്. സോ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. ആരും വിഷമിക്കേണ്ട. ഇൻഡിവിജ്വൽ ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, ഇൻഡിവിജ്വൽ ബിസിനസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിന് തൊട്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കണം, നല്ല രീതിയിലുള്ള ബിസിനസ് ആയിരിക്കണം. അതിലെല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. മോസ്റ്റ്ലി ഇൻഡിവിജ്വൽ ബിസിനസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് വന്നതിന് ശേഷമായിരിക്കും. നമ്മൾ ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം നമ്മൾ സിറ്റി അപ്പായിട്ടൊരു വിത്തിൻ 1 മന്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റേതായ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരാനുണ്ട്. എക്കണോമിയിൽ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ, അതായത് നമ്മുടെ V3 ഓർ V2 ഓർ V1 ഈ 3 സിറ്റികളിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് പറയുക. നമ്മൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സെർവർ അപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേ 1 എനിക്കറിയത്തില്ല. V2 ESX ആയിരുന്നു, V3 ക്യൂബോക്സ് ആണ്. സോ അതെനിക്ക് പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല. ക്യൂബോക്സിൽ കാരണം രണ്ടും ഒരേ സ്ക്രിപ്റ്റാണ് കിടക്കുന്നത്. റീകോയിൽ എന്താണ് വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല, അതാണ് സത്യം. ഡേ 1 ഗൺസൊക്കെ മിസ്റ്റർ എക്സിൻ്റെ കിട്ടുമോ? അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഡേ 1 പോയി മിസ്റ്റർ എക്സിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത സാധനങ്ങളുടെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. ബാക്കി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും അവർ പറഞ്ഞു തരും. ഓക്കെ, അത് നിങ്ങൾക്ക് സാധനങ്ങൾക്കൊന്നും നഷ്ടം വരത്തില്ല. ബട്ട് പുതിയ സിറ്റിയുടെ അത് ഞാൻ അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് സെർവർ എന്തോന്ന് പറയേണ്ടി വരും. സോ അത് ഞാൻ എന്താ പറയുക, അടുത്ത സെർവർ വരുന്നതിന് മുമ്പത്തെ ഒരു ലൈവ് ഉണ്ടല്ലോ, ആ അപ്ഡേറ്റിൽ അല്ല, ആ ലൈവിലും അല്ല, സെർവർ അപ്പായതിനു ശേഷം ഉള്ളൊരു ലൈവിൽ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്, പറയുന്നതിനേക്കാളും നല്ലതല്ലേ. റൂം ഡെത്ത് മാച്ച് നമ്മൾ അയ്യോ സോറി ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ ഒരുപാട് ഓവർ എക്സ്പെക്ട് ചെയ്യും. ഗൈസ്, നിങ്ങൾക്ക് തരക്കേടില്ലാത്ത, നിങ്ങൾക്ക് വിഷമം തോന്നാത്ത ഒരു പുതിയൊരു ഡെത്ത് മാച്ച് സിസ്റ്റം നമ്മൾ കൊണ്ടുവരാം. അതിലാരും ഡിസപ്പോയിൻ്റ് ആവണ്ട, PvP പ്ലേസ് ആരും ഡിസപ്പോയിൻ്റ് ആവണ്ട. നിങ്ങൾക്ക് തരക്കേടില്ലാത്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, കളിക്കാൻ പറ്റുന്ന ഒരു ഡെത്ത് മാച്ച് ആണെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. സോ അങ്ങനത്തെ സാധനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഗൺ ഹീലിങ്ങിന് തൊട്ട് സെറ്റാക്കി കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവൻറ്റ്സുകൾ കാര്യങ്ങളെല്ലാം ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. ഓണത്തിനും കാര്യങ്ങൾക്കൊക്കെ പാർട്ടികൾ താല്പര്യമുണ്ട്, ഇവൻറ്റുകൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, പറയുക. നമ്മളത് നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് തരാം. പക്ഷേ ദയവ് ഇത് മാപ്പ് കാര്യങ്ങൾ ചെയ്തു തരാൻ പറയരുത്. കാരണം നമ്മുടെ വൈമാപ്പ് ഡെവലപ്പേഴ്സ് എല്ലാവരും തിരക്കിലാണ്, നമ്മുടെ സെർവറിൻ്റെ കാര്യത്തിലും തിരക്കിലാണ്. അതേപോലെ അല്ലാതെ അവർ പേഴ്സണലിയും വർക്കിലാണ്. നമുക്ക് അതിലൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡെവലപ്പേഴ്സ് ഈ പറഞ്ഞ പോലെ സെർവറിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ തിരക്കിലാണ്. സോ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇവൻ്റെ അടുത്തുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെർവറിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് ഇവൻ്റെ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, പ്രിസൺ ഒഴിവാക്കല്ലേ അപ്പ? ഇല്ലില്ല, പ്രിസൺ എന്തായാലും കൊണ്ടുവരും. അതിലെ ആക്ടിവിറ്റി നമ്മൾ കൊണ്ടുവരും. അമിത പ്രതീക്ഷ ഇല്ലാതെ കണ്ടാൽ പടം ഹിറ്റാണ് എന്ന് പറയുന്ന പോലെയാണ്. ആരും അമിതമായി പ്രതീക്ഷ വെക്കണ്ട, പക്ഷേ സിറ്റി ഹിറ്റായിരിക്കും. ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ബ്രോയുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് സിറ്റി ഭയങ്കര അടിപൊളിയാണെന്നുള്ളത്. അത് ദയവേത് ആരും അങ്ങനെ പ്രതീക്ഷിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ നേരത്തെ പ്രാങ്ക് എന്ന് പറഞ്ഞു, പ്രാങ്കൊന്നും അല്ല, സീരിയസ് ആയിട്ടൊന്നും സിറ്റി വരത്തില്ല. അതേപോലെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒരു മാസം, നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ജൂലൈ 14 തീയതിയാണ് സെർവർ പോയി ആദ്യത്തെ 4 ദിവസം എടുത്തു എനിക്ക് മൊത്തത്തിൽ അതിൽ നിന്ന് വെളിയിലോട്ട് വരാൻ. ആ 4 ദിവസത്തിന് ശേഷം, അതായത് 18 തൊട്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റീബിൽഡിന് വേണ്ടി ഇരിക്കാൻ തുടങ്ങിയത്. മനസ്സിലായി? അപ്പം ഇന്നേക്ക് 18 ഒരു മാസവും 5 ദിവസമാണ് എനിക്കെന്നല്ല, സെർവറിൽ കിട്ടിയ ഡെവലപ്പേഴ്സ് കിട്ടിയിരിക്കുന്ന ടൈം. ഇനി ഒരു 7 ദിവസം കൂടെ കിട്ടുവാണെന്നൊന്ന് കരുതുക. അതായത് ഇനി ഒരു നെക്സ്റ്റ് വീക്ക് സെർവർ വരുക നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു 1.5 മാസം എന്ന് പറയുന്നൊരു ടൈം പീരീഡ് മാത്രമേ കിട്ടത്തുള്ളൂ. സോ അത് ഭയങ്കര ലിമിറ്റഡ് ഒരു ടൈം പീരീഡാണ്, ഒരു ഫുൾ സെർവർ A to Z റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും പുതിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട്. സോ നിങ്ങൾ ആരും ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ട് സെർവർ അപ്പാക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സെർവർ അപ്പായതിനു ശേഷം നിങ്ങൾക്ക് പറയാം. നമ്മളെന്തായാലും സെർവർ സ്റ്റാർട്ടായി അറ്റ് ദ
ഫസ്റ്റ് 1 വീക്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഇഷ്യൂസ്, ബുദ്ധിമുട്ട്, കാര്യങ്ങളെല്ലാം പറയാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബഗ് ഫിക്സസ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരാം. വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, സിറ്റിയിൽ എല്ലാത്തിനും ലോഗുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്യുന്ന A to Z. നിങ്ങളവിടെ ഇപ്പോൾ ഒരു ഫോൺ എടുത്ത് തറയെ വെച്ചാൽ പോലും അതിന് ലോഗുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റ് ഉണ്ടെങ്കിൽ അത് മിസ്യൂസ് ചെയ്യരുത്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ മിസ്യൂസ് ചെയ്യുവാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി മുതൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം ക്യാരക്ടർ വൈപ്പാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ സെർവറിൽ അമിതമായി, ഇപ്പോൾ ചിലപ്പം നമ്മളെല്ലാവരും ഉറക്കമില്ലാതിരുന്നൊക്കെയാണ് വർക്ക് ചെയ്തത്. സോ ചിലപ്പോൾ ഒരു ജോബിൻ്റെ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കൂടുതൽ ചിലപ്പോൾ ഒരു 0 കൂടിപ്പോവാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് 10,000 കിട്ടേണ്ട അടുത്ത് 1,00,000 കിട്ടാം. മനസ്സിലായോ? സോ സെർവറിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് 1 മണിക്കൂർ 1,00,000 അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അത് അമിതമായി യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിനെ ഞങ്ങൾ ബഗ് എക്സ്പ്ലോയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. കാരണം അങ്ങനൊരു സംഭവം നിങ്ങൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ, അതായത് നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച പൈസ ഉൾപ്പെടെ ആയിരിക്കും പോകാൻ പോകുന്നത്. മൊത്തത്തിൽ ഞങ്ങൾക്ക് വൈപ്പ് ചെയ്യേണ്ടി വരും. അതേപോലെ ബഗ് കാര്യങ്ങൾ, അതായത് പ്രോപ്പറായിട്ടുള്ള സിവിയർ ബഗ്സ് കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരുന്നവർക്ക് എന്തായാലും സർവർ സൈഡിൽ നിന്ന് റിവാർഡ് ഞങ്ങൾ തരുന്നതായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ബഗ്ഗുകൾക്ക് നമ്മൾ എന്തായാലും ഒരു പ്രോപ്പർ റിവാർഡ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരുന്നതായിരിക്കും അറ്റ് എൻഡ് ഓഫ് ബഗ് ഫിക്സ്. മനസ്സിലായോ? ഓരോ ബഗ്ഗിനും അല്ല തരാൻ പോകുന്നത്. ആ ബഗ് നമുക്കൊരു ഫസ്റ്റ് 1 വീക്ക് തന്നെ ബഗ് ഫിക്സ് ടൈം പീരീഡ് ആയിരിക്കും. അതിന് ആ ഒരു 1 വീക്കിൻ്റെ എൻഡിൽ ഞങ്ങൾ നിങ്ങളെ ബഗ് റിപ്പോർട്ട് ചെയ്തുന്ന എല്ലാവർക്കും ഒരു റിവാർഡ് നമ്മൾ തരുന്നതായിരിക്കും. FRP സ്പാൻ സ്ട്രിക്റ്റ് ആക്കണം. ഓക്കെ, വിൽ അപ്ഡേറ്റ് ആകത്ത് കീപ്പ് ആൻ ഐ ഓൺ. അപ്പോൾ ഇപ്പോൾ ഉള്ള എക്സ്ട്രാ മോണിറ്ററിംഗ് കൂടി ലാസ്റ്റ് ടൈം വന്ന ഓൾഡ് ഗ്യാങ് ബ്ലാക്ക് ഉണ്ടാക്കുന്ന ബ്രിക്ക് ജോബ് തിരിച്ചു കൊണ്ടുവന്ന നൈസ് ആകും. അത് നമുക്ക് പോസിബിൾ അല്ലടാ. നമുക്ക് സെർവറിൽ നമ്മൾ ഇനി തൊട്ട് പാസീവ് ഇൻകം എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ നമ്മൾ കൊണ്ടുവരുന്നില്ല. അതായത് വെറുതെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പൈസ കിട്ടില്ല. അത് നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. സോ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി വരുന്നൊരു ജോബാണ് ഇപ്പോൾ ബ്രോ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ആരും റോബറീസോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പീഡിക്ക് പണിയില്ലാതായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്കത് കൊണ്ടുവരുന്നത് പോസിബിൾ ആയിരിക്കത്തില്ല. ഫിഷിംഗ് ജോബ് കൊണ്ടുവരുമോ പപ്പൻ? ഫിഷിംഗ് ജോബ് നമ്മൾ കൊണ്ടുവരാം. നിങ്ങൾക്ക് നല്ല ഫിഷിംഗ് ജോബിൻ്റെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇന്ന ഫിഷിംഗ് ജോബ് സെർവറിൽ കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്നൊരു ഫിഷിംഗ് ജോബ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ വീഡിയോ ഉൾപ്പെടെ സജഷൻ ചാനലിൽ ഫിഷിംഗ് ജോബ് എന്ന് പറഞ്ഞൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾ ആ വീഡിയോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുക. മൾട്ടിപ്പിൾ വീഡിയോസ്, അല്ലെങ്കിൽ അതേ സെയിം വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേറെ ഫിഷിംഗ് ജോബ് നിങ്ങൾ കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം അതും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് സെർവർ അപ്പാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ട്രക്ക് ജോബിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അതിൽ നിന്നുള്ള ക്യാഷ് കിട്ടുമല്ലോ. ട്രക്ക് ഓടിച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, അല്ലാതെ ബോട്ട് നിങ്ങൾക്ക് പൈസ കൊണ്ട് തരത്തില്ല. ഓക്കെ, അല്ല അങ്ങനെ വേണമെങ്കിൽ തന്നെ നിങ്ങൾ നല്ലൊരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പോസിബിൾ ആവാൻ ചാൻസ് ഉള്ളൂ. സോ അത് നിങ്ങളെല്ലാവരും ജോബ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുക. ഹണ്ടിങ് ജോബ് വരുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഹണ്ടിങ് ജോബും നിങ്ങൾ കൊണ്ടുവന്ന് ആ ത്രെഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു ഹണ്ടിങ് ജോബും സെർവർ വരുമ്പോഴത്തേക്ക് റെഡിയാക്കി തരാം. എനിക്ക് ബോണ്ടാക്കാൻ സ്കൂബ ക്രിയേറ്റ് ഉണ്ട്, അത് ക്യാഷ് ആക്കാൻ ജോബില്ല. അപ്പോൾ അതൊന്നും ഓണാക്കുമോ? ടോക്കൻ എക്സ് നമ്മളത് കുറച്ച് ദിവസം മുന്നേ അതെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സെർവറിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സെർവറിൽ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു പ്രോപ്പർ അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കയറി എല്ലാവർക്കും ക്രിയേറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ലോഞ്ച് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ന്യൂ ലോഞ്ച് ഡേറ്റ് പറയുന്നില്ല. വെറുതെ നിങ്ങളാരും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. സെർവർ അപ്പാവുന്നതിൻ്റെ തലേന്ന് ഒന്നെങ്കിൽ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ലൈവ് വന്ന് തന്നെ ഞാൻ പറയാം നാളെ സെർവർ വരും എന്നുള്ള കാര്യം.
നിങ്ങൾ ട്രക്ക് ജോബിൽ നിങ്ങളുടെ ട്രക്കെല്ലാം സെയിൽ ചെയ്തെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ട്രക്ക് ജോബ് ക്യാരി ഓവർ ആകത്തില്ല. നിങ്ങൾ 0 XP എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ട്രക്ക് ജോബിലുള്ള നിങ്ങളുടെ ട്രക്കുകളോ ബോട്ടുകളോ അല്ലെങ്കിൽ XPയോ ക്യാരി ഓവർ ആകത്തില്ല. അത് ഫുള്ള് നിങ്ങൾ 0 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ന്യൂ വെഹിക്കിൾസ് കൊണ്ടുവരുമോ വിത്ത് ഗുഡ് ഹാൻഡ്ലിങ്? നമ്മൾ ന്യൂ വെഹിക്കിൾസ് കൊണ്ടുവരുന്നുണ്ടോ? നല്ലപോലെ ഹാൻഡ്ലിങ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറേയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ പിന്നെയും കുറേയൊക്കെ പെൻഡിങ് വരുന്നുണ്ട്. മോഹൻ ബ്രോ അല്ല, ക്രേറ്റ് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല, അതുകൊണ്ടായിരിക്കും. എന്നാടാ നമ്മൾ മറ്റേ ക്രേറ്റ് ഓപ്പണിങ് ആഡ് ചെയ്ത് കൊടുത്തേ? കുറച്ചായില്ലേ? 1-2 ആഴ്ചയായില്ലേ? എത്ര? ഒരാഴ്ചയായില്ലേ? ഒരാഴ്ചക്ക് മുകളിലായി നമ്മൾ ക്രേറ്റ് ഓപ്പണിങ് ആഡ് ചെയ്തിട്ട്. അത് ഇപ്പോഴും സിറ്റിയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. If possible, all jobs should be interconnected so that every job remains active and useful. നമ്മൾ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കാം ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആകെയുള്ള ടൈം പീരീഡ് ഈ 1.5 മാസമാണ്. ഈ 1.5 മാസത്തിനുള്ളിലാണ് നമ്മൾ മാക്സിമം എല്ലാം റെഡിയാക്കാൻ നോക്കുന്നത്. അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവാം, ഉറക്കമില്ലാതിരിക്കുന്നതിൻ്റെയും പോരായ്മകൾ ഉണ്ടാവാം. വീണ്ടും പറയുന്നു, ഓവറായിട്ട് നിങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. സെർവർ ജസ്റ്റ് ഒരു നോർമൽ സെർവർ എന്നുള്ള രീതിയിൽ കയറുക, കളിക്കുക. ബൈക്കിൽ ട്രിപ്പിൾസ് അടിച്ച് പോകാൻ പറ്റുന്നത് വേണം. അത് പോലീസ് കേസൊക്കെ ആകുമ്പോൾ പൊളിക്കും. ഓക്കെ, എനിക്ക് കരച്ചിൽ വരുന്നോ? ഡ്രസ് പാക്ക് ഓൾഡ് കൊണ്ടുവരുമോ? ഓൾഡ് ഡ്രസ് പാക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന് പറയുകയാണെങ്കിൽ മാക്സിമം അതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. V2 ഫിഷിംഗ് ജോബ് കൊണ്ടുവരുമോ? V2 ഫിഷിംഗ് ജോബ് നിങ്ങൾ ആ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ എവിടെയാണ് അത് വരുന്നത്? നമ്മുടെ സജഷൻസ് എവിടെ വരുന്നത്? താഴെ അല്ല വരുന്നത്? ഇരിക്കുന്നതിന്റെ അടുത്താണോ? സപ്പോർട്ടിന്റെ മുകളിൽ പാസ്പോർട്ടിന്റെ സെക്ഷന്റെ ഒക്കെ മുകളിലോട്ട് സപ്പോർട്ട് ടിക്കറ്റ്. ഇന്റർവ്യൂ അതിലാണോ? ആപ്ലിക്കേഷൻ അല്ലാതെ ഇവർക്ക് എളുപ്പം സജഷൻസ് റിപ്പോർട്ട്സ്. അതായത് ടോപ്പിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ചായക്കട അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം സജഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് അതിനുള്ളിൽ ഫിഷ് സ്ക്രിപ്റ്റിന്റെ സജഷൻ വിത്ത് സ്ക്രിപ്റ്റ് ഒക്കെ എത്തിയാണ്. ഓക്കെ, ഫിഷിംഗ് സ്ക്രിപ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വേറെ എന്തെങ്കിലും ഫിഷിംഗ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ കൊണ്ടുവന്ന് ഇവിടെ ഇടുക. നമുക്കത് മാക്സിമം റെഡിയാക്കാൻ നോക്കാം. ഇതിൽ കുറേ സജഷൻസ് ഉണ്ടല്ലേ, ഞാൻ എല്ലാം വായിച്ചു നോക്കാം. കുറേയൊക്കെ ഞാൻ വായിച്ചു. ഇനി കുറച്ചും കൂടെ വായിക്കാനുണ്ടെന്ന്. പുതിയ സജഷൻസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഓൾഡ് ഇടണോ? സജഷൻസ് ഇടണോ? ഇതെന്തോടാ? അത് ഹൈഡ് ചെയ്തിട്ടേക്കുന്നതാണോ? സോറി, ക്ഷമിക്കണം. എനിക്കത് കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് വായിച്ചു പോയതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ഇൻകം പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റുമോ? ഞാൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ കുറച്ച് ടൈം മാത്രമേ സിറ്റി കയറാൻ പറ്റുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ജോബ് ഇൻകം കൂട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. എൻ്റെ സജഷൻ മാത്രമാണ്. TDM പെർക്കില് പഴയ പോലെ ക്യാഷ് കൊണ്ടുവരണം. ന്യൂ കിടിലം ഡ്രസ് ആൻഡ് ഹെയർ സ്റ്റൈൽ സെറ്റാക്കും. ഡ്രസ്സിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് സെർവറിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ ഇതും കൂടെ നമ്മുടെ സെർവറിൽ വന്നിരുന്നെങ്കിൽ കൊള്ളാം എന്ന് തോന്നുന്ന ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റുന്നതാണ്, പോസിബിളാണ്, നമുക്ക് നല്ലതാണ്, അത് ഒപ്റ്റിമൈസ്ഡ് ആണ്, നമുക്ക് നിങ്ങൾക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നുന്ന സ്ക്രിപ്റ്റുകൾ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അതേപോലെ കുറച്ച് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ലിമിറ്റിൽ നിന്ന് മാക്സിമം നമുക്ക് ബെസ്റ്റ് സാധനം സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം സെറ്റായിട്ട് തിരിച്ചു കയറാൻ പറ്റുമെന്ന്. ഞാനൊരു അഡ്മിൻ ആയിരുന്നു.
മിനിമം സ്പെക്ക് റിക്വയർമെന്റ് കൊണ്ട് ഇറങ്ങിയാണ് ഇപ്പം. ബ്രോയ്ക്ക് അഡ്മിനായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റാഫ് ആകുക, ഇവിടെ അസിസ്റ്റന്റ് ട്രെയിനി ആകുക. താഴെ തട്ടിൽ നിന്നും കയറി വന്നാൽ മാത്രമേ നമ്മൾ ഇനി പുതിയ അഡ്മിൻസിനെ എക്സ്റ്റാൻഡ് സിറ്റിയിൽ എടുക്കുന്നുള്ളൂ. സോ ആദ്യമേ നിങ്ങൾ ബേസിക്കിൽ നിന്ന് ബ്രോ സ്റ്റാർട്ട് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് അപ്ലൈ. ഈ പറഞ്ഞ പോലെ ട്രെയിനി ആകൂ, ട്രെയിനി ആയിട്ട് സ്റ്റാഫായിട്ട് അവിടുന്ന് ഇൻ ഗെയിം ട്രെയിനി ആകൂ, ഇൻ ഗെയിം ട്രെയിനിൽ നിന്ന് അഡ്മിനായിട്ട് മാറും കേട്ടോ. ഗൾഫിലുള്ള ഞങ്ങൾ പാവങ്ങൾക്ക് UDP ഇഷ്യൂ ഇനി വരില്ല എന്ന് വിശ്വസിക്കുന്നു. വല്ലാത്ത വിത്ത് ലൈവ് വിത്ത് ലവ് എന്നാന്നോ? താങ്ക് യു ബ്രോ, താങ്ക് യു. ക്ഷമിക്കണം, ഞാൻ മലയാളത്തിൽ കുറച്ച് പുറകിലോട്ടാണ്. മേയർ ഇലക്ഷൻ സർവർ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് മേയർ ഇലക്ഷൻ കൊണ്ടുവരാം. വന്നില്ല അതിനുള്ളിൽ ഇവരെ കൊണ്ട് വെള്ളം കൊടുക്കുന്ന എത്ര നീ. ഡെയിലി റീസ്റ്റാർട്ടിൽ ഓരോ ജോബ് റാൻഡമായിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്തുകൂടെ? അത് ഞങ്ങൾ മാനുവലി ചെയ്യേണ്ടി വരും ബ്രോ, അതാണ് പ്രശ്നം. സ്റ്റോറേജ് സ്പേസ് EBT ഇന്ത് ചൂടൻ. ഫുഡ് ക്ലബിന് ഫുഡ് സെലക്ഷൻ ചെയ്യാൻ ഓപ്ഷൻ തരുമോ? ഫുഡ് ക്ലബിന് ഫുഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുമോ? നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നോക്കാടാ. കാരണം ഒന്നാമത്തെ പ്രശ്നം, ഇപ്പം നമുക്കവിടെ ലിമിറ്റഡ് ടൈമിൽ സിറ്റിസൺസിൻ്റെ ജോബ്, ഈ പറയുന്ന പോലെ PD EMS, ഈ പറയുന്ന പോലെ എന്താ പറയുക ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ബിസിനസ് എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ ഞങ്ങൾക്ക് ഹെക്റ്റിക് വർക്ക് ലോഡാണ്. നമ്മളിപ്പോൾ അതിൻ്റെ പുറകെ ഇരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. കാരണം അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നിങ്ങളുടെ ഫുഡ് മാറ്റണം, ഐറ്റം മാറ്റണം, അതെല്ലാം അതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം, പക്ഷേ ഉടനെ പ്രതീക്ഷിക്കരുത് സിറ്റിയിൽ നിന്ന് അപ്പായിക്കോട്ടെ. സിറ്റിയിൽ വള്ളി എടുക്കണം എന്നുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ മാത്രമേ ഗണ്ണുള്ളൂ. ചന്ദ്രാതി ലേറ്റാണ്. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, ഇന്നല്ല നാളത്തെ റീസ്റ്റാർട്ട് ഒരു ടൈമുണ്ട്. നാളത്തെ റീസ്റ്റാർട്ടിൽ ഞാൻ എന്തായാലും ഗണ്ണും ഹീലബിൾസും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതേപോലെ മിസ്റ്റർ എക്സ് ഇനി ഗണ്ണും ഹീലബിളും 6 കയ്യിൽ നിന്ന് എടുക്കത്തില്ല. അത് ഇന്നുകൊണ്ട് നിർത്തിയേക്ക് കേട്ടോ. അതേപോലെ ഇന്നും 6 എടുക്കണ്ട. അത് കുറച്ച് ദിവസമായില്ലേ നിർത്തിയിട്ട് പോയോ? ഓക്കെ. 18-ാം തീയതി നിർത്തി. അപ്പം കുഴപ്പമില്ല. സിറ്റി വരുന്നതിന് മുമ്പ് നെയിം ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ബ്രോയ്ക്ക് നെയിം ചേഞ്ച് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാം. കാരണം പുതിയ സിറ്റിയിൽ എന്തായാലും പേര് മാറ്റേണ്ടി വരും. മറ്റേ വാലന്റൈൻസ് ഡേ ബോട്ടിനെ പെർമനന്റ് ആക്കുമോ? ഏത് ബോട്ട്? കൂടെ കൊണ്ട് നടക്കാൻ നമുക്ക് കൊണ്ടുവരാം. നമുക്ക് നിങ്ങൾക്ക് ഈ ഒരാഴ്ച ചില്ല് ചെയ്യാന്, എൻജോയ് ചെയ്യാന് എന്ത് വേണേലും പറഞ്ഞോ, ഇട്ടുതരാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബോംബും ഗ്രനേഡും പൊട്ടിത്തെറിപ്പിക്കുന്ന സാധനങ്ങളൊന്നും ചോദിക്കരുത്. അതൊഴികെ നിങ്ങൾക്ക് ചില്ല് ചെയ്യാൻ, എൻജോയ് ചെയ്ത് കളിച്ച് പോകാൻ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാലും അത് ഇട്ടുതരാം. കപ്പിൾ ആർമി ബാൻ ചെയ്തേക്കാം. ബാബാ സിറ്റി എന്നും സിംഗിൾസിന്റെ കൂടെ നിൽക്കുള്ളൂ. കപ്പിൾ ഷോപ്സ് എന്തെങ്കിലും കൊണ്ടുവരും, ഓൺലി ഫോർ കപ്പിൾസ്. പിന്നെന്താ, കൊണ്ടുവരാമല്ലോ. നമുക്ക് പോച്ച പറിക്കാൻ വിടാം അവരെ. സാൻഡി തൊട്ട് പലേറ്റോ വരെയുള്ള എല്ലാ പോച്ചകളും ഒന്നും വിടാതെ പറിക്കണം. 2 പേര് മാത്രമേ പറിക്കാൻ പറ്റത്തുള്ളൂ. ആ ജോബ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറിച്ചു തീരാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കംപ്ലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 1 രൂപ കിട്ടത്തില്ല. എങ്ങനെയുണ്ട്? അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 മണിക്കൂറത്തേക്കുള്ളൊരു ജോബായിട്ട് മാറും അത്. ഓക്കെ ആണോ? അപ്പോ ആർക്ക്? അവരാ? അല്ല, കപ്പിൾസിന്റെ. അപ്പൊ വള്ളംകളി ഓണം ഇവന്റ് നടത്താൻ പറ്റുമോ? എന്താ സ്വർണം പോലെ അല്ലേ 15 പേര് ഒരുമിച്ച് തുഴയാനും പറ്റിയ രീതിയിൽ നോക്കട്ടെ. നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ.
എല്ലാ റീസ്റ്റാർട്ടിലും ഈ വീക്ക് സുനാമി എന്നോ. പൈസ കൂടിയ ജോബ് വേണം. ടെം സർവർ TDM റൂം മാച്ച് കണ്ടുവരുമോ? നിങ്ങൾക്ക് ഹാഫിസ് പ്രോയുടെ ലേറ്റസ്റ്റ് വർക്ക് കാണണോ ഗൈസ്? ഞാൻ കാണിച്ചുതരാം. വയ്യേ നിങ്ങൾക്ക് ഞാൻ പൊട്ടനാന്ന് തോന്നുന്നുണ്ടോ ആട് ബ്രോ? ചെറുതായിട്ട് ഞാൻ അവരെ പറ്റിക്കാൻ പക്ഷെ ഹാഫിസ് ബ്രോ മാത്രം ഒരു അക്ഷരം വാ നടന്നില്ല. അങ്ങനെ പോയോ? ഇല്ല, വീട്ടടിച്ചിരിക്കുക. ആദ്യം എന്തെങ്കിലും പണി എടുക്കണോ? നിങ്ങൾ കാണിക്കൂല നിനക്കറിയാം. എന്റെ വണ്ടിയെല്ലാം ഞാൻ വേറെ ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കുക. അത് ട്രാൻസ്ഫർ ആക്കാൻ GR കൊണ്ടുവരണം. അപ്പപ്പാ, നീ എന്തിനാടാ വേറെ ആൾക്കാരുടെ വണ്ടി കൊടുത്തേ? ഞാൻ എന്ത് ചെയ്യാനാ പടക്കം ദാസ്? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അവരോട് കയറി വണ്ടി വിറ്റ് കാശ് നിന്റെ കയ്യിൽ തരാൻ പറയുക. കാരണം ക്ലബ്ബ് ബിസിനസ്സുകൾ ഒന്നും തിരിച്ചു തരത്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വണ്ടികൾ നീ മറക്കുക. എനിക്ക് അതേ പറയാൻ പറ്റുന്നത്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഷെയർ അക്കൗണ്ട് ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്തവരുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് നിങ്ങളുടെ അക്കൗണ്ടുകൾ വൈപ്പ് ചെയ്യേണ്ടി വരും. അതിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 100 CR മാത്രമേ, അത് 100 CR ഉണ്ടായിരുന്ന ഒരുത്തരാണെങ്കിൽ 100 CR നമ്മൾ ഇട്ടേക്കാം. ബാക്കി ഷെയർ അക്കൗണ്ട് ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്ത എല്ലാവർക്കും ക്യാരക്ടർ വൈപ്പ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ അതൊന്നും പറയുന്നൊന്നുമില്ല. പറഞ്ഞവർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ റിപ്പോർട്ട് ചെയ്ത ആരോ ഒരാൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു അല്ലേ? ആ റിപ്പോർട്ട് ചെയ്ത ആൾക്ക് അയാളുടെ ലോഗ് നോക്കിയിട്ട് അയാൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നതായിരിക്കും. ഒന്നുമില്ല. ബഗ് ഞാൻ പറഞ്ഞിട്ട് നീക്ക് ബഗ് പോയി ട്രൈ ചെയ്യാൻ വേണ്ടിട്ടല്ലേ. എമ്പടാ അറിയത്തില്ലെങ്കിൽ അറിയണ്ട, അത്രേ ഉള്ളു. ഹീലിംഗ് കണ്ണ് സെറ്റാക്കി കൊടുക്കുക. ഒരു സിറ്റുവേഷൻ കാണാൻ ആയിരുന്നു 1 month ആയില്. ബ്രോ എവിടെ ആയിരുന്നു ബ്രോ ഇത്രയും നേരം? അതല്ലേ പറഞ്ഞു നാളെ ഗണ്ണും ഹീലബിൾസും എല്ലാം നമ്മൾ സെറ്റാക്കുന്ന സെർവറെ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ മിസ്യൂസ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ സെർവറിൽ നിങ്ങൾ ഗ്യാങ്ങായിട്ട് കളിക്കാൻ പോലും നിങ്ങൾ ഉണ്ടായെന്ന് വരത്തില്ല. അതൊന്നും ഓർത്തിരിക്കുക. ആഴ്ച ഡീഡോ സെർവർ അല്ലേ ഉണ്ടാവുക? ഞാൻ കുവൈറ്റിലാണ്. ഗേൾസിന് മാത്രം വൈറ്റ് ലിസ്റ്റ് കൊടുക്കാൻ സ്റ്റാഫിന് ആവശ്യമുണ്ടോ? പ്രശ്നമാണ്. ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ടേ? ടൈം അങ്ങോട്ട് 24 മണിക്കൂർ ടൈം കിട്ടും. സിറ്റിസണിന് ഗണ്ണ് പർച്ചേസ് ആക്കാൻ പറ്റുമോ? സിറ്റിസൺസിന് ഗണ്ണ് പർച്ചേസ് ആക്കാം, കുഴപ്പമില്ല. നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരാഴ്ച എൻജോയ് ചെയ്തോളൂ. അമിതമാവരുത്. ഞങ്ങൾക്ക് തലവേദനയാവരുത്. വല്ലവരും നെഞ്ചത്ത് പോയി തട്ടി കയറരുത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സിറ്റിസൺ ആണെങ്കിൽ പെർമനന്റ് ബാൻ ഒരു 3 മാസത്തേക്ക് മിനിമം. ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാങ് ഡിസ്മാൻഡിൽ മിനിമം 3 മാസം റീഅപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം ഓർത്ത് കണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. എല്ലാം മൈൻഡിലുണ്ടായിരിക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് വിട്ടേര്. ഇത്ര സുനാമി ഇന്ന് വേണം, അടുത്ത എല്ലാ ദിവസവും വേണം. എടാ സുനാമി എല്ലാ ദിവസവും വെച്ചാൽ സർവർ കത്തിപ്പോകും. അവസാനം പുതിയ സർവർ വരുമ്പോൾ ഞാൻ എന്ത് എടുത്തിട്ട് ഓടിക്കും ഞാൻ? ക്ലബ് വേഴ്സസ് ക്ലബ്. നമുക്ക് കുറച്ച് ഇവന്റുകൾ ചെയ്താലോ? എന്ത് പറയുന്നു? സർവറിൽ കുറച്ച് ഇവന്റുകൾ ചെയ്താലോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഓണത്തല്ല് കൊണ്ടുവരാം. ഓണത്തല്ല് അല്ലെങ്കിൽ അതേപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് അങ്ങനത്തെ ഉള്ള പല പല ഇവന്റുകൾ കാര്യങ്ങൾ കൊണ്ടുവരാം. റേസിങ്സ് കൊണ്ടുവരാം. എന്ത് പറയുന്നു? ഓണം സെലിബ്രേഷൻ ഇല്ലേ? ഓണം സെലിബ്രേഷൻ കൊണ്ടുവരാം. പിന്നെന്താ ആട് ബ്രോ? പിന്നെന്താ, നമുക്ക് ഓണത്തിന്റെ കാര്യങ്ങളുണ്ട്. അത്തപ്പൂക്കളം പരിപാടി. ഓണം 27 ബുധനാഴ്ച. നമുക്കപ്പോൾ അതിന്റെ തലേന്ന് വെക്കേണ്ടി വരും. ചൊവ്വാഴ്ച വെക്കേണ്ടി വരും. ഓണം കഴിഞ്ഞിട്ടായാലും നടത്താലോ? ഓണം കഴിഞ്ഞിട്ട് നടത്താം. വേണ്ട, അതിന് മുന്നേ നടത്തിക്കോ. അല്ല, അപ്പം ബിസി ആയിരിക്കത്തില്ല ഇവര്? ഉത്രാടം, തിരുവോണം വേണം. പിന്നെ ഓണം, കോടി, ഓണപ്പരിപാടിയായിട്ട് കുറെ പേര് പോകും. അവിട്ടല്ല ചതയായിരിക്കും ബെസ്റ്റ് എന്നാ തോന്നുന്നു. 26 ഓണം? 28 മതി. അതാണ് ഞാൻ 26 ബുധനല്ലേ? ബുധൻ. വെള്ളിയാഴ്ച നടത്താം. എന്നാ വെള്ളിയാഴ്ച നടത്താം.
28 വെള്ളിയാഴ്ച നടത്താം. അപ്പൊ എനിക്ക് കുറച്ച് time നമുക്കൊരു കിട്ടും. വെറൈറ്റിയിൽ വെള്ളത്തിൽ പൂക്കളം ഇട്ടാലോ എന്നല്ലേ? പിന്നെന്താ? ആ പൂക്കളിടാനുള്ള വെള്ളം വേണേ ബ്രാവ് സ്പോൺസർ ചെയ്യും. സെർവറിലൊരു മാള് കൊണ്ടുവന്നൂടെ? മാളോ? ഇവിടെ നിനക്ക് ഇവിടെ വൈറ്റ് ലിസ്റ്റ് ഉണ്ടോടാ? നോക്കട്ടെ. ഇല്ല, ഡൊണേറ്റർ വേണം, വൈറ്റ് ലിസ്റ്റും ഉണ്ട്. എന്റെ പുനിടാവേ. അയ്യോ. അപ്പൊ ഗൈസ്, അപ്പൊ എനിക്ക് നല്ല നട്ടുവേദനയുണ്ട്, അതേപോലെ തന്നെ ക്ഷീണമുണ്ട്. സോ നമുക്ക്